കേരള എൻ.ജി.ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനം മെയ് 25 മുതൽ 27 വരെ ആലപ്പുഴയിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. കേരള എൻ.ജി.ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനം മെയ് 25 മുതൽ 27 വരെ ആലപ്പുഴയിൽ നടക്കും. എൻ.ജി.ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മെയ് 7-ന് ചേർത്തലയിൽ നടക്കുന്ന ട്രേഡ് യൂണിയൻ സെമിനാറിന്റെ വിജയത്തിനു വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ചു. CTU ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് A.M. ആരിഫ് അധ്യക്ഷത വഹിച്ചു. N.R. ബാബുരാജ്, B. വിനോദ്, P. ഷാജിമോഹൻ, B. സന്തോഷ്, P. D. ജോഷി, C. സിരീഷ്, K. വേണു, R. രമ്യ എന്നിവർ സംസാരിച്ചു. മെയ് 7-ന് വൈകുന്നേരം 3:30 ചേർത്തല ടൗൺ NSS ഹാളിൽ നടക്കുന്ന സെമിനാർ CTU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ മഹത്തായിട്ടുള്ള പൊതുവായ ജനാധിപത്യ പ്രസ്ഥാനത്തിലേക്ക് തന്നെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും നാട്ടിലാകമാനം ചടുലമായ പ്രവർത്തന സജീവത നിലനിർത്തിക്കൊണ്ട് പോന്നിട്ടുള്ളവരുമായ നേതാക്കന്മാരാണ് എന്നത് ഞാൻ സൂചിപ്പിക്കുമെന്നേ ഉള്ളൂ. എല്ലായിടത്തും അതുപോലെ ആകണമെന്നില്ല. ചേർത്തല താലൂക്കിൽ ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളിലും അങ്ങനെയുള്ളതാണ് എന്നതുകൊണ്ട് നേരിട്ട് ബോധ്യമുള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ സംഘടനയ്ക്കകത്തോട്ട് വന്നു കഴിയുമ്പോൾ സംഘടനയിൽ ഒരുപാട് പേര് പുതുതായിട്ട് കടന്നു വരും. അതായത് ഈ പശ്ചാത്തലം ഇല്ലാത്തവരും കടന്നു വരും. ഇതുപോലുള്ള പ്രവർത്തന പശ്ചാത്തലം ഇല്ലാത്തവർ കടന്നു വരുമ്പോൾ അങ്ങനെയുള്ളവരെ ഒരു രണ്ടാം തരം പൗരന്മാരെ പോലെ സംഘടനയ്ക്കകത്ത് കാണരുത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. കാരണം സംഘടനയിൽ സജീവമായി നേരത്തെ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അവർക്ക് സ്വാഭാവികമായിട്ടും ഒന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ടതൊന്നും ഉണ്ടാകുകയില്ല. പൊതുവായിട്ട് അവർ നമ്മുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളോ മറ്റ് സംഘടനാപരമായ കാര്യങ്ങളോ ഒന്നും പുതുതായിട്ട് പഠിക്കേണ്ടതായിട്ട് അവർക്ക് വരുന്നില്ല. അവരെല്ലാം അതുപോലെ അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പുതുതായിട്ട് സംഘടന രംഗത്ത് കടന്നു വരുന്ന ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ അവരുടെ പശ്ചാത്തലമൊന്നും നമ്മൾ ഉയർത്തുന്ന പോലുള്ള പശ്ചാത്തലമായിരിക്കണമെന്നില്ല. രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലം എതിരായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ജീവനക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരടക്കം ആകർഷിക്കുന്നതായിട്ടുള്ള മഹത്തായ ഈ രംഗത്ത് ഏക പ്രസ്ഥാനമാണ് എൻ.ജി.ഒ യൂണിയൻ എന്ന കാഴ്ചപ്പാടും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും.